ഒറ്റശിഖരം സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷിയുടെ കയ്യിലെ ഫോണ് തുളസീധരൻ വാങ്ങിച്ചു വെക്കുന്നുണ്ട്. അപ്പം അച്ഛൻ ഈ ഫോണിലെ നമ്പറെല്ലാം എടുത്ത് വിളിക്കാൻ അറിയുമോ എന്നെല്ലാം മീനാക്ഷി ചോദിക്കുന്നവോ തുളസീധരൻ പറയുന്നു, എന്തായാലും ഫോൺ എൻ്റെ കയ്യിലിരിക്കട്ടെ, അതൊരു ഗമ തന്നെയല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, എന്താണ് അച്ഛാ, സത്യം പറയുക, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അയാൾ ഇനി വിളിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയണം, ആ മേനോൻ സാറ്. അപ്പോൾ മീനാക്ഷി പറയുന്നു, അച്ഛൻ ഇത് എന്തിൻ്റെ കേടാ? അപ്പോൾ തുളസീധരൻ പറയുന്നു, അയാൾക്ക് എന്തിൻ്റെ കേടാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. മേനോൻ സാർ എന്നെ വിളിച്ചാൽ എന്താ കുഴപ്പമെന്ന് അച്ഛനോട് ചോദിക്കുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നു, അതിൻ്റെ ആവശ്യം എന്തിരിക്കുന്നു, അയാൾ എന്തിനാ നിന്നെ വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, അയാൾ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ, അതുകൊണ്ടാണ് അയാൾ എന്നെ വിളിക്കുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് മീനാക്ഷി പറയുന്നു. ഇത് കേൾക്കുന്നതോടെ തുളസീധരൻ ആകെ ഞെട്ടി നിൽക്കുകയാണ്. അതിനേക്കാളും വലിയ ബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് മീനാക്ഷി. അപ്പോൾ പ്രസന്ന പറയുന്നത്, നീ എന്താടി അച്ഛനോട് പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അച്ഛൻ ഇങ്ങനെ ഒരു പിടിവാശി പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്നെല്ലാം മീനാക്ഷിയും പറയുന്നുണ്ട്. തുളസി ചേട്ടൻ പറയുന്നുണ്ട്, നിനക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, ഇത് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. മേനോൻ സാറ് വിളിക്കുന്നത് അച്ഛൻ ഇഷ്ടമില്ല എന്ന് നിനക്കറിയില്ലേ മീനു എന്ന് പ്രസന്ന പറയുമ്പോൾ അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, എനിക്കിഷ്ടമാണ് മേനോൻ സാർ എന്നെ വിളിക്കുന്നത്. ഇത് കേൾക്കുന്ന പ്രസന്ന പറയും, എന്തുവാടി നീ പറയുന്നത്, അതൊന്നും പാടില്ലാത്ത കാര്യമല്ലേ എന്ന് പറയുന്നു. എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛനോട് മിണ്ടാനുള്ള അവകാശം എനിക്കില്ലേ എന്ന് മീനു അമ്മയോട് ചോദിക്കുകയാണ്. അദ്ദേഹം അല്ലാണ്ട് ആരാണ് പിന്നെ എന്നോട് സംസാരിക്കേണ്ടത്? അപ്പോൾ പ്രസന്ന പറയുന്നുണ്ട്, എടി മോളെ, അദ്ദേഹം കല്യാണം കഴിച്ചതല്ലേ, സ്വന്തം ഭാര്യയില്ലേ? അപ്പോൾ മീനാക്ഷി പറയുന്നത്, അതിന് ഞാനെന്ത് വേണം, എനിക്ക് അദ്ദേഹത്തെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞോ? ആ കൂടെ പോയി ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞോ? ഇതെല്ലാം കേൾക്കുന്ന പ്രസന്ന പറയുന്നത്, നീ എന്താ വേണ്ടാത്തൊക്കെ ചിന്തിക്കുന്നത് മീനു എന്ന് പറയുന്നു. വേണ്ടാത്ത ചിന്തിക്കുന്നത് ഞാനല്ല, നിങ്ങളൊക്കെ തന്നെയാണെന്ന് പറയാണ്ട. പ്രസന്ന ചോദിക്കുന്നുണ്ട്, മേനോൻ സാറ് സംസാരിച്ചാൽ നിനക്ക് എന്നാ കിട്ടാനാണ്? അമ്മേ, അദ്ദേഹത്തിൻ്റെ കുഞ്ഞാണ് എൻ്റെ ഈ വയറ്റിലുള്ളത്, ഞാനും എൻ്റെ കുഞ്ഞും അതിൻ്റെ അച്ഛനും, ഞങ്ങളുടേത് വേറൊരു ലോകമാണെന്ന് മീനാക്ഷി പറയാണ്. എനിക്ക് അദ്ദേഹം എന്നോട് സംസാരിക്കണമെന്നും എൻ്റെ അരികിൽ ഇരിക്കണമെന്നെല്ലാം എനിക്ക് ആഗ്രഹമുണ്ട്, അത് വേറൊന്നിനും വേണ്ടിയല്ല, നിങ്ങളാരും ഇടപെടാത്തൊരു ലോകത്ത് ഞങ്ങൾക്ക് ഒന്നിച്ചിരിക്കാൻ വേണ്ടിയാണെന്ന് പറയാണ്ടോ മീനു. ഇത് കേൾക്കുന്ന അമ്മ പറയുന്നുണ്ട്, ഇത് എന്താണ് ഈ പറയുന്നത്, ഇതൊക്കെ നിനക്ക് പറയാൻ കൊള്ളുന്ന കാര്യമാണോടി മീനു എന്ന് പറയാണ്. ഇതിലെന്താണ് അമ്മയെ തെറ്റ്? അമ്മ ആദ്യം ഗർഭിണിയായിരുന്നപ്പോൾ അച്ഛൻ എപ്പോഴും കൂടെ വേണമെന്ന് തോന്നിയിട്ടില്ലേ? അതോ അയൽവക്കത്തെ ചേട്ടൻ്റെ കൂടെ വർത്താനം പറയാനായിരുന്നു ഇഷ്ടം? ഇതെല്ലാം കേൾക്കുന്ന പ്രസന്ന, വേടി നിനക്ക് ഞാൻ നല്ലൊരു അടി വെച്ച് തന്നാലുണ്ടല്ലോ എന്ന് പറയുന്നു. അപ്പോൾ മീനാക്ഷി പറയുന്നത്, നിങ്ങൾക്കിതൊരു സരോഗസി ആയിരിക്കും, അല്ലെങ്കിൽ വാടക ഗർഭമായിരിക്കും, നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, ഞങ്ങൾ ഒരു കുടുംബമായി കഴിഞ്ഞു എന്ന് മീനാക്ഷി പറയുന്നതോട് അമ്മ ഞെട്ടാണ് കേട്ടോ. ഞാൻ, മേനോൻ സാർ, ഞങ്ങളുടെ കുഞ്ഞ്, 3 ഭിത്തിയുള്ള ട്രയാങ്കിളാണ് ഞങ്ങൾ, അതിനകത്തേക്ക് ആരും ഇടിച്ചു കയറാൻ ശ്രമിക്കേണ്ട എന്ന് മീനാക്ഷി പറയുന്നുണ്ട്. അപ്പോൾ പ്രസന്ന ചോദിക്കുന്നുണ്ട്, ഈ കുഞ്ഞിനെ പ്രസവിച്ച് അതിനെ കൊടുത്തു കഴിയുമ്പോഴോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, അത് അപ്പോഴല്ലേ, അതിനുവേണ്ടി ഞാൻ ഇപ്പം തന്നെ ഒരു വികാരവും ഇല്ലാത്ത കൽപ്രതിമയായിട്ട് ഇരിക്കണോ എന്നെല്ലാം പറഞ്ഞ് മീനാക്ഷി അകത്തേക്ക് പോവുകയാണ്. ഈ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.